നമസ്കാരം 4K ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ സഖ്യകക്ഷികളുടെ കാരുണ്യത്താൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ കയറി. എന്നാൽ അവിടം കൊണ്ടൊന്നും തീർന്നില്ല. ഇനിയാണ് NDAക്കുള്ളിൽ യഥാർത്ഥ പൊട്ടിത്തെറികൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നത്. കൂടെ കൂട്ടിയ സഖ്യകക്ഷികൾ ചില്ലറക്കാരല്ല എന്ന് മോദിക്ക് വരും നാളുകളിൽ മനസ്സിലാകും. സാധാരണ സഖ്യകക്ഷികളെ കൂടെ കൂട്ടി അവരെ പിളർത്തി അവരുടെ പാർട്ടിയെ ഒന്നുമില്ലാതാക്കി അവസാനം BJPയിലേക്ക് ലയിപ്പിക്കുന്ന തന്ത്രമാണ് എക്കാലവും മോദിയും അമിത്ഷായും ഒക്കെ പയറ്റാറുള്ളത്. സർക്കാർ രൂപീകരിച്ച് സഖ്യകക്ഷികളെ പിളർത്താമെന്ന ലക്ഷ്യമായിരിക്കും ഒരുപക്ഷെ മോദിക്കുള്ളതും. എന്നാൽ ആ അടവ് നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും പക്കൽ നടപ്പാകില്ല എന്ന യാഥാർത്ഥ്യം മോദി തിരിച്ചറിയാൻ പോകുന്നതേയുള്ളൂ. സത്യത്തിൽ ഇപ്പോഴാണ് മോദി ശരിക്കും പെട്ടിരിക്കുന്നത്. ഇനിയാണ് നിതീഷിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും യഥാർത്ഥ കളികൾ ആരംഭിക്കാൻ പോകുന്നത്. വെറും ഒരു ഡമ്മി പീസായി ഗാലറിയിൽ ഇരുന്ന് കളി കാണാൻ അവസ്ഥയായിരിക്കും മോദിക്ക് വരാൻ പോകുന്നത്. ഏകാധിപതി എന്ന ലേബലൊക്കെ തകർന്നടിഞ്ഞ് അവസാനം കളിപ്പാവയായി മാറിയിരിക്കുകയാണ് മോദി ഇപ്പോൾ. നേരത്തെ തന്നെ സർക്കാർ രൂപീകരണ സമയത്തും മോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പല BJP നേതാക്കളും രംഗത്ത് വന്നിരുന്നു. സഖ്യകക്ഷികളെ കൂടെ കൂട്ടി സർക്കാർ രൂപീകരിക്കുന്നതിനേക്കാൾ നല്ലത് പ്രതിപക്ഷത്തിരിക്കുന്നതാണ് എന്ന് പോലും BJP നേതാക്കൾ തുറന്നു പറഞ്ഞിരുന്നു. അങ്ങനെ BJPയെ രൂക്ഷമായി വിമർശിച്ച കൂട്ടത്തിൽ മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ സുബ്രഹ്മണ്യ സ്വാമിയും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ സർക്കാർ രൂപീകരിച്ചതിന് പിന്നാലെയും മോദിക്കെതിരെ വീണ്ടും ശബ്ദമുയർത്തി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം. ചന്ദ്രബാബു നായിഡുവിന്റെ TDPയുമായും നിതീഷ് കുമാറിന്റെ JDUവുമായും കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിച്ചതിനാണ് വിമർശനം. 2014, 2019, 2024 വർഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത മൊത്തം MPമാരുടെ എണ്ണം താരതമ്യം ചെയ്ത ട്വിറ്ററിന് മറുപടിയുമായാണ് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ വിമർശനം. മാധ്യമപ്രവർത്തകൻ അരവിന്ദ് ഗുണശേഖറിന്റെ എക്സ് പോസ്റ്റിനായിരുന്നു സ്വാമിയുടെ മറുപടി. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രണ്ട് അണലികൾക്കൊപ്പം സഖ്യമുണ്ടാക്കിയതാണ് മോദിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് എന്നാണ് സ്വാമി പറഞ്ഞത്. മോദിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രണ്ട് അണലികൾക്കൊപ്പം സഖ്യം ചേർന്നതാണ്. ഈ രണ്ടുപേരും ഹിന്ദുത്വ ഒട്ടകത്തിന്മേലിരിക്കുന്ന മതേതരത്വത്തിന് മുകളിൽ ചുവടുവെക്കും. മാസങ്ങൾക്കുള്ളിൽ BJP താറുമാറാകും, സർക്കാർ നിലംപൊത്തും. ഇതിന്റെയൊക്കെ കാരണക്കാരനായി മോദി മാറുമെന്നും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. മോദിക്ക് അല്പമെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ സർക്കാരിനെ മറ്റുള്ളവർ വലിച്ച് താഴെയിടുന്നതിന് മുൻപ് തന്നെ രാജിവെച്ച് പുറത്തു പോകുന്നതാണ് നല്ലതെന്നും സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞു. മാത്രമല്ല ഒരു പുതിയ കാവി BJP ഉയർന്നു വരുമെന്നും സുബ്രഹ്മണ്യ സ്വാമി എക്സിൽ കുറിച്ചു. BJP നേതാവ് പോലും പറയുന്നു ഈ സർക്കാർ വാഴില്ലെന്ന്. എന്തുറപ്പാണ് മോദി സർക്കാരിനുള്ളത്? അപ്പോൾ പിന്നെ സർക്കാർ എപ്പോൾ വേണമെങ്കിലും നിലംപൊത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.